കേരളത്തിൽ മെയ് 4-ാം തീയതിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം നടക്കാനിരിക്കുന്നത്. മെയ് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ വളരെ ആധികാരികമായ ഒരു ഭൂരിപക്ഷത്തോടുകൂടി UDF സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് തിരികെ വരും എന്ന് സൂചിപ്പിക്കുന്ന ഏകപക്ഷീയമായിട്ടുള്ള മാധ്യമ റിപ്പോർട്ടുകളും രാഷ്ട്രീയ വിലയിരുത്തലുകളും അവലോകനങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ, ചോർന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന രീതിയിലും വിവിധ റിപ്പോർട്ടുകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്നുമുണ്ട്. ഇവിടെ UDFൻ്റെ സമഗ്രമായ ഇത്തരമൊരു വിജയത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിക്കുന്നത് മുസ്ലിം വോട്ട് ബാങ്കുകളുടെ UDFന് അനുകൂലമായിട്ടുള്ള ഒരു ഏകീകരണമാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മുസ്ലിം വോട്ടുകൾ, മുസ്ലിം വോട്ട് ബാങ്കുകൾ വിധി നിർണ്ണയിക്കുന്ന, വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന 5 ജില്ലകളിൽ UDFനും LDFനും എത്ര വീതം സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഈ വീഡിയോയിലൂടെ വിലയിരുത്തുന്നത്. ഇതിനായി നമ്മൾ പരിഗണിക്കുന്ന 5 ജില്ലകളെന്ന് പറയുന്നത് വയനാട്, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം എന്നീ 5 ജില്ലകളാണ്. ഈ 5 ജില്ലകൾക്ക് അല്ലെങ്കിൽ ഈ പട്ടികയ്ക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയും ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയും ഈ 5 ജില്ലകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നതാണ്. ഏറ്റവും കുറവ് നിയമസഭാ സീറ്റുകളുള്ളത് വയനാടാണ്. അവിടെ 3 സീറ്റുകളാണുള്ളത്. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് മലപ്പുറത്താണ്. അവിടെ 16 സീറ്റുകളാണ്. ഈ 5 ജില്ലകളിൽ നിന്നായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് 46 ജനപ്രതിനിധികളെയാണ്. വയനാട്ടിൽ നിന്ന് 3, കാസർഗോഡ് നിന്ന് 5, കണ്ണൂരിൽ നിന്ന് 11, കോഴിക്കോട് നിന്ന് 13, മലപ്പുറത്ത് നിന്ന് 16 എന്ന നിലയിലാണ് ഈ 46 ജനപ്രതിനിധികളെ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. എന്തായാലും ഈ ഘട്ടത്തിൽ ഈ 5 ജില്ലകളിൽ നിന്നായി UDFന് എത്ര സീറ്റ് നേടുവാൻ കഴിയും, LDFന് എത്ര സീറ്റ് നേടുവാൻ കഴിയും എന്ന വിലയിരുത്തലാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശവാദങ്ങൾ, തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ മാധ്യമ റിപ്പോർട്ടുകൾ, രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ എന്നതിനെ അടിസ്ഥാനമാക്കി ഞങ്ങൾ രൂപീകരിച്ചിരിക്കുന്ന ഒരു കണക്കും വിലയിരുത്തലുമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ആദ്യമായി നമ്മൾ പോകുന്നത് വയനാട് ജില്ലയിലേക്കാണ്. വയനാട് ജില്ലയിൽ കോൺഗ്രസും ലീഗും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് വലിയ ആധിപത്യം ഇടതുമുന്നണിക്ക് മേലുണ്ട്. UDFൻ്റെ ഒരു കോട്ടയാണ് വയനാട് ജില്ല എന്ന് വേണമെങ്കിലും പറയാം. വയനാട് ജില്ലയിലെ ഒരു സീറ്റ് 2016-ലും 2021-ലും നേടുവാൻ കഴിഞ്ഞത് ഇടതുമുന്നണിയെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചും വലിയൊരു നേട്ടമായി വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. ഏതൊക്കെയാണെങ്കിലും 2026-ൽ വയനാട് ജില്ല UDF തൂത്തുവാരുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് ഞങ്ങൾക്കെത്തുവാൻ കഴിയുന്ന നിഗമനം. അതായത് സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ള ബത്തേരിയിലും കൽപ്പറ്റയിലും വലിയ രീതിയിൽ UDF ആധികാരികമായ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വിജയം ഉറപ്പിക്കുമ്പോൾ LDF 2016-ലും 2021-ലും വിജയിച്ചു കയറിയ മാനന്തവാടി സീറ്റിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായ ഉഷാ വിജയൻ ഇത്തവണ മന്ത്രി കൂടിയായ OR കേളുവിനെ പരാജയപ്പെടുത്തുമെന്നുള്ള നിഗമനത്തിലേക്കാണ് ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. രണ്ടാമതായി നമ്മൾ പോകുന്നത് കാസർഗോഡ് ജില്ലയിലേക്കാണ്. കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് ഇടതുമുന്നണിയുടെ ശക്തമായിട്ടുള്ള ആധിപത്യം നിലനിൽക്കുന്ന ഒരു ജില്ലയാണ്. എന്നാൽ ഇവിടെയുള്ള ചില പോക്കറ്റുകളിൽ മുസ്ലിം ലീഗിനും BJPക്കും കൃത്യമായ മേൽക്കൈ ഉണ്ട് താനും. കാസർഗോഡ് ജില്ലയിൽ ഇപ്പോഴുള്ള സീറ്റ് കണക്കുകൾ നോക്കുമ്പോൾ UDFന് 2, LDFന് 3 എന്ന നിലയിലാണ്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ മഞ്ചേശ്വരം സീറ്റിൽ നേരിയ വോട്ടുകൾക്കാണ് 2016-ലും 2021-ലും BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച K സുരേന്ദ്രൻ പരാജയപ്പെട്ടു പോയത്. 2016-ൽ 100-ൽ താഴെ വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട സുരേന്ദ്രൻ 2021-ൽ 800-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത്. എന്നിരുന്നാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ കാസർഗോഡ്, മഞ്ചേശ്വരം സീറ്റുകൾ വളരെ കൃത്യതയുള്ള, വളരെ ആധികാരികമായ ഒരു ഭൂരിപക്ഷത്തിൽ, കംഫർട്ടബിൾ മെജോറിറ്റിയിൽ UDF നിലനിർത്തുകയും അതുപോലെ തന്നെ ഇടതുമുന്നണിയുടെ കുത്തക മണ്ഡലങ്ങളായിട്ടുള്ള തൃക്കരിപ്പൂരിലും ഉദുമയിലും UDF വലിയ രാഷ്ട്രീയ അട്ടിമറി നടത്തുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകളും മാധ്യമ റിപ്പോർട്ടുകളും രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശവാദങ്ങളും സൂചിപ്പിക്കുന്നത്. തൃക്കരിപ്പൂർ പോലൊരു CPM കോട്ടയിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചു കയറുന്നത് ആ സ്ഥാനാർത്ഥിയുടെ കൂടെ മേന്മയുടെ അടിസ്ഥാനത്തിലാണ്. സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ BJPയിൽ നിന്ന് ഇപ്പോൾ കോൺഗ്രസിലേക്ക് എത്തിയ KPCC ജനറൽ സെക്രട്ടറിയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയതാണ് കോൺഗ്രസ് നടത്തിയ നിർണായക നീക്കമെന്നും ഇതിനാൽ തന്നെ വിലയിരുത്തപ്പെടുന്നു. ഈ 4 സീറ്റുകളിൽ UDF വിജയം ഉറപ്പിക്കുമ്പോൾ അവിടെ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആയി വിലയിരുത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളുടെ UDFന് അനുകൂലമായിട്ടുള്ള ഒരു ഏകീകരണമാണ്. കാസർഗോഡ് ജില്ലയിൽ 4-1 എന്ന നിലയിലായിരിക്കും UDF LDF സീറ്റ് അനുപാതം.
LDFിന് വിജയസാധ്യതയുള്ളത് കാഞ്ഞങ്ങാട് സീറ്റിൽ മാത്രമാണെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത്. അങ്ങനെ വയനാട്ടിലെ 3 സീറ്റും കാസർഗോഡിലെ 5 സീറ്റുകളും വിലയിരുത്തുമ്പോൾ ആകെയുള്ള 8 സീറ്റുകളിൽ UDFിന് 7 സീറ്റും LDFിന് കേവലം 1 സീറ്റും മാത്രമാണ് ലഭിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലേക്കാണ്. കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് CPMൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ CPMൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രവും അവർക്ക് ഏറ്റവും അധികം പാർട്ടി കോട്ടകളുമുള്ള പാർട്ടി ഗ്രാമങ്ങളുമുള്ള ജില്ല കൂടിയാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിൽ ആകെയുള്ളത് 11 നിയമസഭാ സീറ്റുകളാണ്. 2021 കണക്കുകൾ പരിശോധിക്കുമ്പോൾ 11-ൽ 9 എണ്ണവും നേടുവാൻ CPMനും LDFിനും സാധിച്ചിരുന്നു. കേവലം 2 സീറ്റുകളാണ് UDF നേടിയത്. എന്നാൽ 2026 ഇവിടെയും മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളുടെയും അതുപോലെ തന്നെ ക്രൈസ്തവ വോട്ട് ബാങ്കുകളുടെയും ഏകീകരണം UDFിന് അനുകൂലമായി ഉണ്ടായിട്ടുള്ളതിനാൽ വലിയ ആധിപത്യം CPMനും LDFിനും മേൽ UDFിന് നേടുവാൻ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത്. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ പാർട്ടിക്കുള്ളിലെ പൊട്ടിത്തെറികളും വിമത പ്രശ്നങ്ങളുമെല്ലാം CPMന് വലിയ തലവേദന കണ്ണൂരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. P ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിമത നീക്കങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന സംശയം തെരഞ്ഞെടുപ്പിന് ശേഷം CPM കേന്ദ്രങ്ങൾ തന്നെ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഏതൊക്കെയാണെങ്കിലും കണ്ണൂർ ജില്ലയിലെ സീറ്റ് നില പരിശോധിക്കുമ്പോൾ UDFിനെ സംബന്ധിച്ച് ഇവിടെ സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ള മലയോര ക്രൈസ്തവർക്ക് കൂടി ആധിപത്യമുള്ള ഇരിക്കൂറിലും പേരാവൂരിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാർജിനിൽ അവർ വിജയിക്കും. പേരാവൂർ സീറ്റിൽ പരാജയപ്പെടുവാൻ പോകുന്നത് പിണറായി വിജയന് ശേഷം CPMൻ്റെ നേതൃമുഖമായി ഉയർന്നു വരുമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന പിണറായി വിജയൻ തന്നെ വെട്ടിനിരത്തിയ KK ശൈലജ ടീച്ചറാണെന്നുള്ളത് മറ്റൊരു കൗതുകകരമായ വസ്തുതയാണ്. ഇരിക്കൂർ, പേരാവൂർ എന്നീ സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി അഴീക്കോട് നിന്നും CPMൻ്റെ വിമത സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് CPM വൃത്തങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള FV ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയെ അട്ടിമറിച്ചുകൊണ്ട് തളിപ്പറമ്പിൽ നിന്നും വിജയിച്ചു കയറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. CPMൻ്റെ തന്നെ വിലയിരുത്തലിൽ അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ KV സുമേഷ് എന്ന തങ്ങളുടെ സിറ്റിംഗ് MLAയേക്കാൾ വ്യക്തമായ ഒരു ആധിപത്യം നേടുവാൻ UDFിൻ്റെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അവർ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും തളിപ്പറമ്പിൽ നേരിയ വോട്ടുകൾക്ക് വിജയിക്കുമെന്ന് മാത്രമാണ് CPM ഇപ്പോഴും അവകാശപ്പെടുന്നത്. അത് പരാജയത്തിന് മുൻപേ ഉള്ള ഒരു മുൻകൂർ ജാമ്യമെടുക്കലായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. TK ഗോവിന്ദൻ എന്ന നിയുക്ത MLAയ്ക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് UDF സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാണ് എന്ന രീതിയിൽ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ ബോർഡുകൾ ഉയർന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ സൂചനയായി പോലും വിലയിരുത്തുന്നുമുണ്ട്. ഇതിനു പുറമെ കണ്ണൂർ നഗര സീറ്റായിട്ടുള്ള കണ്ണൂർ സീറ്റിൽ നിന്നും UDFിൻ്റെ വിജയം ഉറപ്പാണ്. ഇവിടെ മുൻ മേയർ കൂടിയായിട്ടുള്ള TO മോഹനൻ LDFിൻ്റെ സിറ്റിംഗ് MLAയും മന്ത്രിയുമായിട്ടുള്ള 2 ടേമായി തുടർച്ചയായി വിജയിച്ചു കയറുന്ന കടന്നപ്പള്ളി രാമചന്ദ്രനെ ദയനീയമായി പരാജയപ്പെടുത്തുമെന്നും ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും കൗതുകമേറിയ പോരാട്ടം നടക്കുന്ന CPMൻ്റെ ഒരു ഉരുക്കുകോട്ടയിൽ UDF വിജയം നേടുവാൻ ഏറെക്കുറെ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്ന മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് കൂത്തുപറമ്പാണ്. കൂത്തുപറമ്പിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് LDF സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നത്. LDF ഘടകകക്ഷിയായ RJDയുടെ പ്രതിനിധി ഇവിടെ മത്സരിക്കുമ്പോൾ ലീഗ് ഇവിടെ മത്സരത്തിനിറക്കിയിരിക്കുന്നത് മുസ്ലിമായിട്ടുള്ള ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ്. ഇവരുടെ വിജയം ഏറെക്കുറെ ഉറപ്പാണെന്ന് ഇതിനോടകം തന്നെ വ്യക്തവുമായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കണ്ണൂർ ജില്ലയിലെ ആകെയുള്ള 11 സീറ്റുകളിൽ 6 സീറ്റ് നേടുവാൻ UDFിന് സാധിക്കുമ്പോൾ LDF കേവലം 5 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നാണ് നമുക്ക് വിലയിരുത്തുവാൻ സാധിച്ചിട്ടുള്ളത്. ഇങ്ങനെ 3 ജില്ലയിലെ സീറ്റ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ 19 സീറ്റുകളിൽ നിന്ന് LDFിന് കേവലം 6 സീറ്റുകൾ മാത്രം നേടുവാൻ കഴിയുമ്പോൾ UDFിന് കൃത്യമായി 13 സീറ്റുകൾ നേടി ഇരട്ടിയിലധികം സീറ്റുകളുടെ ഒരു മേധാവിത്വം ഉറപ്പിക്കുവാനും സാധിക്കുന്നുണ്ട്. അടുത്തത് കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഏറ്റവും കൃത്യമായ സൂചന 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. ചരിത്രത്തിലാദ്യമായി, അതായത് ജില്ലാ പഞ്ചായത്തുകൾ രൂപീകൃതമായതിനു ശേഷം ചരിത്രത്തിലാദ്യമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം ഇത്തവണ UDF പിടിച്ചെടുത്തിരുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റുകളിൽ UDFിനൊപ്പമുള്ളത് 2 സീറ്റുകൾ മാത്രമാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി MK മുനീർ വിജയിച്ചു കയറിയ കൊടുവള്ളിയും അതുപോലെ തന്നെ RMP പ്രതിനിധിയായി KK രമ വിജയിച്ചു കയറിയ വടകര മണ്ഡലങ്ങളുമാണിത്. ഈ 2 മണ്ഡലങ്ങളും കൃത്യവും ആധികാരികവുമായ ഒരു ഭൂരിപക്ഷത്തോടുകൂടി UDF സ്ഥാനാർത്ഥികൾ തന്നെ നിലനിർത്തും. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് വലിയ മുന്നേറ്റം 2026 തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുവാൻ പോകുന്ന ഒരു ജില്ല കൂടിയാണ് കോഴിക്കോട്. കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു 10 പതിറ്റാണ്ട് കാലമായി കോൺഗ്രസിന് ഒരു MLAയെ പോലും വിജയിപ്പിക്കുവാൻ കഴിയാത്ത ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെതായി ഒരുപിടി MLAമാർ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിൽ തന്നെ നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയുന്ന ആദ്യ വിജയം എന്ന് പറയുന്നത് KM അഭിജിത്ത് എന്ന യുവ നേതാവിൻ്റേതാണ്. നാദാപുരം സീറ്റിൽ നിന്ന് CPI സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് KM അഭിജിത്ത് നിയമസഭയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. അതുപോലെ തന്നെ DCC അധ്യക്ഷനായ പ്രവീൺ കുമാർ കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ നിന്നും കൃത്യവും ആധികാരികവും
സജീവമായ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ CPM-ൻ്റെ ശക്തി ദുർഗമായിട്ടുള്ള 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് ലീഡ് നിലനിർത്തുവാൻ കഴിഞ്ഞിട്ടുള്ള ഏലത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് സിറ്റിംഗ് MLA-യും മന്ത്രിയുമായിട്ടുള്ള AK ശശീന്ദ്രനാണ് ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ യുവ വനിതാ സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ വലിയൊരു അട്ടിമറിയിലൂടെ വിജയം കരസ്ഥമാക്കുമെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകളുടെ വിശകലനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും വലിയ മറ്റൊരു അട്ടിമറി നടക്കുവാൻ പോകുന്നത് മലയോര മണ്ഡലമായിട്ടുള്ള പേരാമ്പ്രയിലാണ്. പേരാമ്പ്രയിൽ ഇടതുമുന്നണിയുടെ കൺവീനറും സിറ്റിംഗ് MLA-യുമായിട്ടുള്ള CPM-ൻ്റെ മുതിർന്ന നേതാവ് TP രാമകൃഷ്ണനെ മുസ്ലിം ലീഗിൻ്റെ യുവ വനിതാ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ അട്ടിമറിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വടകരയിൽ ഷാഫി പറമ്പിൽ ചെന്നിറങ്ങിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഓളത്തിന് സമാനമാണ് പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ എത്തിയപ്പോൾ UDF അനുകൂല കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഓളമെന്ന റിപ്പോർട്ടുകളും സജീവമാകുന്നുണ്ട്. ഫാത്തിമയെപ്പോലൊരു യുവ വനിതാ സ്ഥാനാർത്ഥിക്ക് TP രാമകൃഷ്ണൻ എന്ന ഒരു വൻമരത്തെ വീഴ്ത്തുവാനുള്ള സുവർണാവസരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അത് ഏറെക്കുറെ യാഥാർത്ഥ്യമാകുമെന്നും ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നതാണ്. ഈ 5 സീറ്റുകൾക്ക് പുറമെ കുറ്റ്യാടി, തിരുവമ്പാടി സീറ്റുകളിൽ ലീഗിൻ്റെ പ്രതിനിധികൾ വിജയിച്ചു കയറുമെന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതിൽ കുറ്റ്യാടി സീറ്റിൽ പാറയ്ക്കൽ അബ്ദുള്ളയുടെ വിജയം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. തിരുവമ്പാടിയിൽ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും UDF-ന് ഒരു നേരിയ മേൽക്കൈ ഇവിടെ നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. തിരുവമ്പാടിയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്ന ഏക വെല്ലുവിളി, UDF-നെ സംബന്ധിച്ചുണ്ടായിരിക്കുന്ന ഏക വെല്ലുവിളിയും LDF-നെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള ഏക അഡ്വാൻറ്റേജും എന്ന് പറയുന്നത് തിരുവമ്പാടി സിറ്റിംഗ് MLA ആയിട്ടുള്ള CPM പ്രതിനിധി ലിൻഡോ ജോസഫിൻ്റെ പ്രതിച്ഛായയാണ്. ഈ പ്രതിച്ഛായയുടെ പച്ചയിൽ മാത്രമായിരിക്കും ഏതെങ്കിലും കാരണവശാൽ ഇത്തവണ LDF അവിടെ നിന്ന് വിജയിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. ഏതൊക്കെയാണെങ്കിലും കോഴിക്കോട് ജില്ലയിലെ 6ാമത്തെ UDF-ൻ്റെ സീറ്റായി കുറ്റ്യാടി മാറും എന്ന കാര്യത്തിലും തർക്കമില്ല. ഇനി വലിയൊരു രാഷ്ട്രീയ അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്ന പ്രതീതി നിലനിൽക്കുന്നത് ബേപ്പൂർ നിയോജക മണ്ഡലത്തിലാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായിട്ടുള്ള പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ PV അൻവർ എന്ന കറുത്ത കുതിര അട്ടിമറിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ സജീവമാണ്. മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളിലെ ഏകീകരണം PV അൻവറിന് അനുകൂലമായിട്ട് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് തന്നെയാണ് വിലയിരുത്തുവാൻ കഴിയുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റുകളിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം 7 സീറ്റുകളിലെങ്കിലും UDF വിജയം ഉറപ്പാക്കുമെന്നാണ് വിലയിരുത്തുവാൻ കഴിയുന്നത്. 6 സീറ്റുകളായിരിക്കും പരമാവധി ഇടതുമുന്നണിക്ക് നേടുവാൻ കഴിയുന്നതെന്നും ഈ ഘട്ടത്തിൽ നമുക്ക് ആധികാരികമായി തന്നെ വിലയിരുത്തുവാൻ സാധിക്കും. കോഴിക്കോട് ഉൾപ്പെടെയുള്ള 4 നിയോജക മണ്ഡലങ്ങളിലെ ഇതുവരെയുള്ള സീറ്റ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ കോഴിക്കോട് UDF-ൻ്റെ ഏറ്റവും കുറഞ്ഞ വിജയസാധ്യതയും LDF-ൻ്റെ ഏറ്റവും വിജയസാധ്യതയുടെയും അടിസ്ഥാനത്തിൽ UDF-ന് 7 സീറ്റുകൾ നേടുവാൻ കഴിയും, LDF-ന് 6 സീറ്റുകൾ നേടുവാൻ കഴിയും. ഇപ്പോൾ LDF-ൻ്റെ ആകെയുള്ള സീറ്റ് നില പരിശോധിക്കുമ്പോൾ പുറത്തു വന്നിട്ടുള്ള 32 സീറ്റുകളിൽ അല്ലെങ്കിൽ നമ്മൾ വിലയിരുത്തിയിട്ടുള്ള 32 സീറ്റുകളിൽ കോഴിക്കോട് ജില്ലയിലെ 6 സീറ്റുകളും കണ്ണൂർ ജില്ലയിലെ 5 സീറ്റും കാസർഗോഡ് ജില്ലയിലെ 1 സീറ്റും മാത്രമാണ് ഉൾപ്പെടുന്നത്. അങ്ങനെ 12 സീറ്റുകൾ LDF നേടുമ്പോൾ ബാക്കിയുള്ള 20 സീറ്റുകളിലും കൃത്യമായൊരു മേധാവിത്വം നേടിക്കൊണ്ട് ആധിപത്യം ഉറപ്പിക്കുവാൻ UDF-ന് സാധിക്കുന്നുണ്ട്. അവസാനമായി നമ്മൾ പരിഗണിക്കുന്നത് മലപ്പുറം ജില്ലയിലെ 16 സീറ്റുകളാണ്. 2021 പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ മലപ്പുറം ജില്ലയിലെ കക്ഷി നില എന്ന് പറയുന്നത് UDF 12, LDF 4 എന്നതായിരുന്നു. പിന്നീട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം UDF 13, LDF 3 എന്ന നിലയിലേക്ക് ഇത് മാറുകയും ചെയ്തു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ 16-ൽ 16 UDF വിജയം ഉറപ്പാക്കുകയാണ്. LDF-ന് നേരിയ പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നത് പൊന്നാനി സീറ്റിൽ മാത്രമായിരുന്നു. എന്നാൽ പൊന്നാനിയിലും നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളിലെ ഏകീകരണം UDF-ന് അനുകൂലമായി ഉണ്ടായതിനാൽ തന്നെ ഏറെക്കുറെ നേരിയൊരു ഭൂരിപക്ഷത്തിൽ കൂടിയാണെങ്കിലും UDF സ്ഥാനാർത്ഥിയായ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ നിന്ന് വിജയിച്ച് കയറുമെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വിലയിരുത്തുവാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ 5 ജില്ലകളിൽ നിന്നായി ആകെയുള്ള 46 സീറ്റുകളിൽ 4-ൽ 3 സീറ്റുകളും UDF-നൊപ്പം നിലനിൽക്കും. LDF-ന് 4-ൽ 1 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 46-ൽ 34 സീറ്റുകളിൽ UDF വിജയം ഉറപ്പാക്കുമ്പോൾ LDF 12 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏറെക്കുറെ കേരള നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളുടെ പകുതിയിലധികം ഈ 5 ജില്ലകളിൽ നിന്നായി മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളുടെ ഏകീകരണത്തിലൂടെ UDF-ന് ലഭിക്കുമെന്ന വിലയിരുത്തലിലേക്കാണ് ഞങ്ങൾക്ക് ഇതിനാൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ UDF-ൻ്റെ സീറ്റ് നില ഇതിൽ കൂടുതലായി വർദ്ധിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. 34 എന്ന് പറയുന്നത് ചിലപ്പോൾ 35-ലേക്കോ 36-ലേക്കോ കോഴിക്കോടുള്ള ചില സീറ്റുകളുടെ ഫലത്തെ ആശ്രയിച്ച് ഉയരുവാനും സാധ്യതയുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഈ രാഷ്ട്രീയ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് ഈ വിശകലനങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചുകൊണ്ട് വയനാട്, കാസർഗോഡ്,
കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നായുള്ള 46 സീറ്റുകളിൽ 34ഇടത്തും UDFിൻ്റെ വിജയം ഉറപ്പാണ് എന്ന വാർത്ത പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.